വയനാട്ടിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി അരുൺ അമർനാഥ് നിൽക്കുന്നത് കൽപ്പറ്റയിലെ ടൗൺഷിപ്പിലാണ്. അവിടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന മനുഷ്യരെ നമ്മൾ നേരത്തെ കണ്ടു. കണ്ണീരോടെ അല്ലാതെ അവർക്കാർക്കും അതിന് മുന്നിൽ നിൽക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അതിന് എത്ര കാലം പിന്നിട്ടാലും ഉള്ളിലെ ആ ചങ്കിടിപ്പ്, വേദന അത് മറച്ചു വെക്കാൻ നിങ്ങൾ അവിടെ നിന്നോളി, ഞങ്ങൾ ചെയ്തിട്ട് പറയും. ഒരു കുടുംബം പോലെ കഴിഞ്ഞ ആൾക്കാരാണ്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് എനിക്ക് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമവും അതൊക്കെയാണ്. എന്ത് തന്നെ ഇത് കിട്ടിയിട്ടും ഞങ്ങൾക്ക് ഒരു സന്തോഷിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനുണ്ട്, എൻ്റെ പെണ്ണുങ്ങളുണ്ട്, മോളുണ്ട്, മരുമകളുണ്ട്, പേരക്കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. എങ്കിലും അമ്മ വിഷമിക്കണ്ട. നാട് നമ്മൾ അതിജീവനത്തിന്റെ കാഴ്ചയായി കൂടെ എല്ലാവരും ഒരുമിച്ചുണ്ട് ഇവിടെ, അല്ലേ? എന്നാലും നമുക്ക് ആ ഒരു സ്നേഹം കിട്ടുന്നില്ല. ആർക്കും ഇപ്പം അങ്ങനത്തെ ഒരു സ്നേഹമോ ഒന്നുമില്ല. എല്ലാവരും എന്തോ ഒരു ഇതുപോലെ നമുക്ക് എന്ത് തന്നാലും എന്ത് കിട്ടിയാലും ആ ഒരു സ്നേഹം ഇനി ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവരെന്തോ ഒരു നിമിഷം നമുക്ക് എന്തൊരു സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും ഞങ്ങൾ അവരെ ചേർത്ത് ഞങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് ആരാധിക്കും. അത്രയും ഞങ്ങൾക്ക് സ്നേഹമുള്ള മക്കളാണ്, മക്കളും കുഞ്ഞുങ്ങളും. മോത്തി, ഇത് തന്നെയാണ് ഈ വേദനയുടെ കാഴ്ചകൾ തന്നെയാണ്. വാക്കുകൾ പോലും നമുക്ക് വിവരിക്കാനൊന്നുമില്ല ഈ വേദന എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും ആ ഓർമ്മകളിലേക്ക്, ആ കറുത്ത ഓർമ്മകളിലേക്ക് അവർ പോവുകയാണ്. എന്തായാലും പുഷ്പാർച്ചന 7 മണിയോടുകൂടിയാണ് ആരംഭിച്ചത്. ഓരോരുത്തരും അവരുടെ പ്രിയപ്പെട്ടവരെ പോയതിന്റെ വേദന ഓരോ തരത്തിലാണ്. ചിലർക്ക് പ്രിയപ്പെട്ട മനുഷ്യരെയാണ് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ അവിടെ സ്നേഹത്തോടെ ഊഷ്മളമായി ജീവിച്ചൊരു അവസ്ഥയുണ്ട്. അവരൊക്കെ ആ ഗ്രാമത്തിൽ പങ്കിട്ട നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങൾ, ആ അവസ്ഥ നഷ്ടപ്പെട്ടു പോയി എന്നതും ഈ മനുഷ്യരുടെയൊക്കെ ചങ്കുലയ്ക്കുന്നതായിരിക്കും. പറിച്ചു മാറ്റി ഒരു ചെടി പോലും മറ്റൊരു മണ്ണിൽ വേര് പിടിച്ചു വരണമെങ്കിൽ എത്രയോ കാലമെടുക്കും. വേര് പിടിച്ചാൽ തന്നെ അതിനൊരുപാട് മാറ്റങ്ങളും ഉണ്ടാകും. അതുപോലെയാണ് ഈ മനുഷ്യരുടെ കാര്യവും. സ്വന്തം ഗ്രാമം വിട്ട് ഇറങ്ങേണ്ടി വന്നു ഒരു ദുരന്തത്തെ തുടർന്ന്. വെറുതെ അങ്ങ് ഇറങ്ങേണ്ടി വരികയായിരുന്നില്ലല്ലോ. പെട്ടെന്നൊരു രാത്രിയിലുണ്ടായ വലിയ ദുരന്തത്തെ അതിജീവിച്ച് വന്ന മനുഷ്യർ. ആ നാടിനെ ഒന്നാകെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെയാണ് അവരുടെ വാക്കുകളിൽ പറയുന്നത്. അവരുടെ ഒരു ദിനം എങ്ങനെയാണ് കടന്നുപോയത്, എങ്ങനെയായിരുന്നു അവരുടെ ഓർമ്മകൾ എന്നൊക്കെ അവരിപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ആ ഒരു വേദന അവരുടെ വാക്കുകളിൽ, അവരുടെ കണ്ണീരിൽ ഇത്തരത്തിൽ പ്രകടമാകുന്നത്. ആ ഓർമ്മകളിൽ ഒരിക്കലും, ആ ഓർമ്മകൾ അവരെ ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ അവരെ നമുക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ടൗൺഷിപ്പിൽ ഇങ്ങനെ ഇവിടെ എത്തിക്കാനായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അവർക്ക് ഇനി നാടിന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്നതാണ് ഏറ്റവും വലിയ ഒരു അഭിമാനം എന്ന് നാടിന് പറയാൻ പറ്റുന്ന കാര്യം. പക്ഷേ അവരെ സംബന്ധിച്ച് ആ ഓർമ്മകൾ എപ്പോഴും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ കറുത്ത ഓർമ്മകൾ അവർ ഓർക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ്. പക്ഷേ ഇപ്പോഴും അവരുടെ ഓരോ നിമിഷത്തിലും ആ ഓർമ്മകൾ അവരെങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു നാടെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതായിപ്പോയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ റിപ്പോർട്ടിങ്ങിനും, ഓരോ വർഷകാലവും അല്ലെങ്കിൽ ഓരോ അലേർട്ടുകൾ വരുമ്പോഴും ഓരോ റിപ്പോർട്ടർ പോലും, നമ്മൾ പോലും അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നത് ആ ദുരന്തം അത്രമേൽ ആഘാതമായിരുന്നു. കാരണം വയനാട്ടിലെത്തിയ ആ ഒന്നാമത്തെ ദിനം മുതൽ പിന്നീട് അങ്ങോട്ട് മനസ്സ് മരവിച്ച് കഴിഞ്ഞിരുന്നു. ഒരു വിങ്ങലോടെ മാത്രമായിരുന്നു ആ ദിവസങ്ങളെല്ലാം തന്നെ കടന്നുപോയിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോൾ 2:45 നമ്മുടെ വയനാട് ലേഖൻ എം കമലിന്റെ ഫോൺ കോൾ വരുന്നത്. 3:30 നമ്മൾ ഇറങ്ങുന്നു. അപ്പോൾ വഴിയാകെ തന്നെ വെള്ളക്കെട്ടും അത്തരത്തിൽ ദുഷ്കരമായ ദുരന്തത്തിന്റെ എല്ലാ ആഘാതവും ഏറെ അകലെ പോലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ആ യാത്ര പോലും ഏറെ ദുഷ്കരമായിരുന്നു. ഇവിടെ എത്തി കണ്ട കാഴ്ചകൾ, ഒന്നാമത്തെ കാഴ്ച മുതൽ പിന്നീട് അങ്ങോട്ട് മരവിച്ച മനസ്സുമായിരിക്കും ഇവിടെ ഓരോ മാധ്യമ പ്രവർത്തകർ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള ഓർമ്മകൾ കൂടിയാണ് നമ്മളെ ഇത്തരത്തിൽ അലട്ടുന്നത്. അപ്പോൾ ഇവരുടെ ആ വാക്കുകൾ കൂടി ആകുമ്പോൾ എത്രത്തോളമാണ് ആ ദുരന്തം ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്ന് നമ്മളെ എപ്പോഴും പറയിപ്പിക്കുകയാണ്. എപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്ന തരത്തിൽ തന്നെയാണ് ഇവരുടെ ഓർമ്മ.